സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക്. അതായത് മാലിന്യങ്ങളൊന്നും ഇടല്, അത് നല്ല മൂർച്ചയുള്ള കൂട്ട് പുല്ലുകൾ. അപ്പോൾ ആ പുല്ലിനിടയിൽ കൂടിയാണ് ഇനി നമ്മുടെ യാത്ര. എത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ട്രെക്കും നമ്മൾ ചെയ്യാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നുമായിട്ട് വരാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നീലക്കൊടിവേലി ആണോ എന്ന് പോലും ഡൗട്ടുണ്ട്. പാറയിലൊക്കെ തുരന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് ഇവിടെ ഇതുപോലെ കമ്പികളൊക്കെ അടിച്ച് ഒരു കൈവരി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് വരുന്ന ആൾക്കാർക്ക് വേണ്ടി, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. നരകപാലം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നരകത്തിൽ പോയൊരു ഫീലിംഗ് കിട്ടുമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടായിരിക്കും നരകപാലം എന്നുള്ള പേര് വരാൻ കാരണം. ഒരുപാട് കാലം മുമ്പ് എഴുതിയ ഒരു ഇതാണ്. പായലൊക്കെ വന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. നമ്മളെ വീണ്ടും വീണ്ടും കയറാൻ അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ കാണുന്ന വ്യൂ ആണ്. ഈ റൂട്ടിൽ പോകാൻ ശ്രമിച്ച് താഴേക്കൊക്കെ വീണ് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു ട്രെക്കിംഗ് റൂട്ട്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇല്ലിക്കക്കല്ലിലാണ്. ഇന്നൊരു ട്രെക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അന്ന് ക്ലൈമറ്റും കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ലായിരുന്നു, അനുകൂലമല്ലായിരുന്നു കാലാവസ്ഥ. അങ്ങനെ നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ അന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു അടുത്ത ഒരു ദിവസം നമുക്ക് ഒക്കുന്ന ഒരു ദിവസം നമ്മളിവിടെ കയറും, ഇവിടുത്തെ ആ ഒരു കാഴ്ച നമ്മളത് ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്നാണ് നമുക്ക് അങ്ങനെ ഒരു ദിവസം ഒത്തു വന്നത്. നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഒത്തു വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞൊക്കെ കയറി കിടക്കുന്ന ആ കോടയൊക്കെ കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നല്ലൊരു ക്ലൈമറ്റിൽ നമ്മളിന്ന് ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് കയറാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷൻ വന്ന് തീരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത്. ഈ രണ്ട് കടകളൊക്കെ കഴിഞ്ഞ് ഇവിടെ കൊണ്ട് വഴി തീരുവാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം, തലനാട് ഗ്രാമപഞ്ചായത്ത് ഇല്ലിക്കക്കല്ല് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക്. അതായത് മാലിന്യങ്ങളൊന്നും ഇടല്, മഴക്കാലത്ത് വഴുക്കലുള്ള സ്ഥലമാണ്. അത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വഴുക്കലായിരുന്നു, കയറിപ്പോകാൻ പറ്റിയില്ല. പിന്നെ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ അരികിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അപകട സാധ്യതയുണ്ട്. അതായത് ഈ കാണുന്ന ഈ സംരക്ഷണ ഭിത്തിയുടെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയാണ് രണ്ട് സൈഡിലേക്കും. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അപകട സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേസ്റ്റ് ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇതിനകത്ത് ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് ഇടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ട്രയൽ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 300 മീറ്റർ നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ പാതി പോലും ആയിട്ടില്ല. ഇനിയും നമുക്ക് മുകളിലേക്ക് ട്രെക്ക് ചെയ്ത് പോകാനായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വന്ന വഴിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ട്രെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പ്രോപ്പർ ട്രയലൊക്കെ ഉണ്ട്. നമ്മളത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനായാസം ഇതുവരെയുള്ള സ്ഥലം നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കയറി വന്ന ആ റോഡിൻ്റെ ഏരിയൽ വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കോടയൊക്കെ കയറി മലനിരകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് വരും തോറും നമ്മുടെ കാഴ്ചകളൊക്കെ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുകളിലേക്ക് കയറാൻ തോന്നിപ്പോകും. കാരണം അത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇപ്പം ഈ ഒരു നിമിഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ കാഴ്ചകളൊക്കെയാണ് കിട്ടുന്നത്. ഇനിയും മുകളിലോട്ട് കയറുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പാറക്കൂട്ടത്തിനകത്തൂടെയാണ് നമുക്ക് കയറാനായിട്ടുള്ളത്. വെള്ളമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ വരുന്നവരെന്തായാലും അത്യാവശ്യം നമ്മളൊരു 1.5 ലിറ്ററിൻ്റെ ഒരു ക്യാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെ തികയുമെന്ന് അറിയത്തില്ല. അപ്പോൾ വരുന്നവരെന്തായാലും വെള്ളം മറക്കാതെ കൊണ്ടുവരേണ്ടതാണ്. വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന പോലെ ഇവിടെ വന്ന് ഉയരം കൂടുന്തോറും ഇവിടുത്തെ ഭംഗി, ഈ ഇല്ലിക്കക്കല്ലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ വന്ന സ്ഥലത്തിൻ്റെ ആ ഭംഗി ഇരട്ടിയാവുകയാണ്. അത്ര രസമാണ്. നമ്മളിപ്പം നല്ലൊരു ഹൈറ്റിൽ നിന്നാണ്, നമുക്ക് ഡബിൾ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ കയറി വന്ന നമ്മൾ ആ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ വ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ താഴെയൊക്കെ നമുക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ, അപ്പോൾ ഈ പോകുന്ന വഴിയിൽ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെന്തായാലും റെസ്റ്റൊക്കെ എടുത്ത് പതിയെ കയറുക. കാരണം നല്ല ദൂരമുണ്ട് കയറാനായിട്ട്. പാതി ദൂരം കവർ ചെയ്തു. അപ്പോൾ ആദ്യത്തെ കുറേ ദൂരം നമുക്ക് പാറപ്പുറത്തൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്ര. പക്ഷേ ഇപ്പം മാറിയപ്പോഴത്തേക്ക് ഇപ്പം സൈഡിലൊക്കെ പുല്ലുകളാണ്. അത് നല്ല മൂർച്ചയുള്ള കൂട്ട് പുല്ലുകൾ. അപ്പോൾ ആ പുല്ലിനിടയിൽ കൂടിയാണ് ഇനി നമ്മുടെ യാത്ര. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ക്ലൈമ്പിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ കയറാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക്
അത്യാവശ്യം ഫാസ്റ്റൊക്കെ ആയിട്ട് കയറാൻ പറ്റി. പക്ഷേ ഇനിയുള്ളത് കുത്തനെയുള്ള കയറ്റം നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ടൊക്കെ കുത്ത് കയറ്റമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് ബ്രേക്കുകളൊക്കെ കൂടുതൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൺറൈസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ കയറാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി എന്തായാലും മുകളിലോട്ടുള്ള യാത്രയിൽ എന്തായാലും അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. നമ്മൾ വന്നപ്പോൾ ഒരു മൂടിയ ഒരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇല്ല, ഇന്ന് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നടക്കാനായിട്ടുള്ള ഒരു വഴിയാണ് കാണുന്നത്. വഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഗുഹയൊക്കെ പോലെ ഇങ്ങനെ ഒരു കവറിങ് പോലെ പാറയൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് വേറെ കയറി നിൽക്കാനായിട്ട് സ്ഥലമൊന്നും കിട്ടാനായിട്ട് വഴിയില്ല. ഇതുപോലുള്ള ചില പാറകൾ നമുക്ക് പോകുന്ന വഴിയിൽ മുകളിലൊക്കെ ആയിട്ടൊക്കെ കിട്ടും. അപ്പം റെയിൻ കോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കയറി നിൽക്കാവുന്നതാണ്. ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ടെറൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വരാൻ പറ്റും നമ്മൾ വിചാരിച്ചു. പക്ഷേ എന്നാലും ഈ ഒരു സ്ഥലം നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് വരും തോറും അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികളെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നുമായിട്ട് വരാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പിന്നെ മഴയുള്ള ഒരു സമയത്ത് തികച്ചും ഒഴിവാക്കേണ്ട ഒരു ട്രെക്കിംഗ് തന്നെയാണ് ഈ പറഞ്ഞ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ട്രെക്ക്. അപ്പോൾ നമ്മളെന്തായാലും വന്നിരിക്കുന്നത് വലിയ മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിട്ട് പോലും ഈ പാറയുടെ സൈഡിൽ നിന്നൊക്കെ ഉറവകളൊക്കെ വന്നിട്ട് അത്യാവശ്യം സ്ലിപ്പറി തന്നെയാണ്. അതും കുത്തുകയറ്റവും. ഒരു സൈഡിലേക്കൊക്കെ താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും താഴേക്കൊക്കെ സ്റ്റീപ്പായിട്ടുള്ള ഏരിയയാണ്. താഴേക്ക് ഒന്ന് തെന്നി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു കൊക്കയിലേക്കൊക്കെ വീഴുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ വ്യൂ അതാണ് ഒരു രക്ഷയില്ലാത്തത്. നമ്മളെ വീണ്ടും വീണ്ടും കയറാൻ അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പം നമ്മൾ വന്ന റോഡിൻ്റെ വ്യൂ ഒക്കെയാണ് നമുക്ക് ട്രെക്കിങ്ങിനിടയ്ക്ക് കണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു മലമടക്കിൻ്റെ സൈഡിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന റോഡിൻ്റെ വ്യൂ ഒക്കെ പോയി. ഇനി നമ്മൾ ഈ ഒരു സൈഡും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും ഇല്ലിക്കക്കല്ലിൻ്റെ ആ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. ഈ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു വലിയ പാറയുടെ കളറ് അതൊരു ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് കളറ് മാറിയതെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു സൈഡിലൊക്കെ ആയിട്ട് നീല കളറുള്ള പൂക്കളാണ്. അതായത് നമ്മൾ പണ്ട് നീലക്കുറിഞ്ഞ് കണ്ട പോലെ ആ ഒരു കളറിലുള്ള പൂക്കളുകളാണ് നമുക്ക് ഈ ഒരു മുകൾ വശം മുഴുവൻ കാണുന്നത്. അപ്പോൾ നീലക്കൊടിവേലിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ് ഇല്ലിക്കക്കല്ലെന്നാണ് പറഞ്ഞു കേട്ടറിവ്. അപ്പോൾ അങ്ങനെയുള്ള നീലക്കൊടിവേലി ആണോ എന്ന് പോലും ഡൗട്ടുണ്ട്. കാരണം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നതായിരിക്കാം. പക്ഷേ ഇവിടുന്നാണ് നീലക്കൊടിവേലിയുടെ ഉത്ഭവം. അങ്ങനെ ഒരു കഥകളൊക്കെ ഉണ്ട്. കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ നമുക്ക് ശരിക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കാണ്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാലാണ് ശരിക്കും നമ്മുടെ വ്യൂ പോയിൻറ്റ് നമ്മൾ ഈ ട്രെക്ക് ചെയ്ത് എത്തിച്ചേരാൻ ഉദ്ദേശിച്ച സ്ഥലം. അപ്പോൾ ഇവിടം വരെ എത്തണം. നമുക്കിനിയും കയറാനായിട്ടുള്ള വഴി ഇതാണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇത്രയും ദൂരം വന്ന വഴിക്ക് നമുക്കിങ്ങനെ കൈപിടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സേഫ്റ്റിക്ക് വേണ്ടി. പക്ഷേ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പാറയിലൊക്കെ തുരന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് ഇവിടെ ഇതുപോലെ കമ്പികളൊക്കെ അടിച്ച് ഒരു കൈവരി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് മുകളിൽ വരെ നമുക്കിങ്ങനെ കാണാം. ഇങ്ങനെ വളഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകണം. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും മുകളിൽ വരെ നമുക്ക് സേഫായിട്ട് കയറിപ്പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. വന്ന ടൈമിംഗ് എല്ലാം ബെസ്റ്റ് ടൈമിങ്. മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് വ്യൂ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. സൺറൈസ് വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഒരു വാലി വ്യൂ ശരിക്കും കിട്ടിയത്. അപ്പം മുകളിലെത്തി നമ്മൾ ആ ഇല്ലിക്കലിൻ്റെ വ്യൂ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിച്ച ആ കുരിശിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും നല്ലൊരു പാറയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഇരിക്കാനായിട്ടും സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഏരിയ. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ പാറകളൊക്കെയാണ് നമുക്ക് ഇരിക്കാനായിട്ട് മാത്രമുള്ള ജസ്റ്റ് ഒന്ന് ഇരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിനിമൽ റെസ്റ്റിന് പറ്റിയ ഒരു ഏരിയ മാത്രമേ കിട്ടുകയുള്ളെങ്കിൽ നമുക്ക് ഈ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഏരിയ, ഒരുപാട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാം. അത്ര ഏരിയ ഉണ്ട് നമുക്ക് ഈ മുകളിലേക്ക് വരുമ്പോൾ. മൊത്തം പുല്ലാണ്. ഒരു പുൽമേട്ടിലേക്ക്, പുല്ലും പാറകളും നിറഞ്ഞ ഒരു മേട്ടിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. കയറി വന്ന വഴിക്ക് പാറയിൽ കണ്ട ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു എഴുത്താണ്. അപ്പോൾ മുഴുവനായിട്ട് വായിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കാലം മുമ്പ് എഴുതിയ ഒരു ഇതാണ്. പായലൊക്കെ വന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇവിടെ ഒരു 87 എന്നുള്ള ഒരു എഴുത്ത് മാത്രം വായിക്കാം. ബാക്കി ഇവിടെ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്നാന്ന് നമുക്ക് ശരിക്കും വായിക്കത്തില്ല. കാരണം ഇത് അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്താൽ ഇതൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എന്തിനാണ് ഇത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. മുകളിലൊരു കുരിശടിയുണ്ട്. ആ കുരിശടിയുടെ അവിടം വരെയാണ് നോർമലി ട്രെക്കിങ്ങിന് ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ നോർമലി എല്ലാവർക്കും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. 2 മൊട്ടക്കുന്ന് പോലത്തെ 2 കുന്നുകൾ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ ആ മൊട്ടക്കുന്നിലേക്ക് ഇറങ്ങുന്ന അല്പം റിസ്ക് ഒക്കെയാണ്. കാരണം 2 സൈഡിൽ സ്റ്റീപ്പായിട്ട് നമുക്ക് ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പാലം പോലത്തെ ഒരു ഏരിയ ആണ്. അതായത് ആ ഏരിയയ്ക്ക് ഇവിടെ പറയുന്നത് നരകപാലം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അത്രയും
ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നരകത്തിൽ പോയൊരു ഫീലിംഗ് കിട്ടുമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടായിരിക്കും നരകപാലം എന്നുള്ള പേര് വരാൻ കാരണം. പക്ഷേ എന്തായാലും ആ നരകപാലം കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ്, അങ്ങനെ 2 നരകപാലങ്ങളുണ്ട്, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് ആ ഒരു നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മളൊരു കൊക്കയുടെ അവിടെ കാലിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ട്രെക്ക് ചെയ്ത് മുകളിലെത്തുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഒക്കെയാണിത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാനം ആ ഒരു ഏരിയയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വാഗമൺ ആ ഒരു ഏരിയ, വാഗമൺ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അഡ്വഞ്ചർ പാർക്കൊക്കെ ഉള്ള ആ ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തലനാട് ആ ഒരു ഭാഗമൊക്കെ കാണാം. ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും ഇരാറ്റുപേട്ട ടൗണൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് ശരിക്കും മഞ്ഞ് മൂടിയുള്ള ഒരു ഏരിയ കിട്ടുന്നത്. അതായത് ഏന്തയാർ ആ ഒരു സൈഡിലേക്കുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് കോടയൊക്കെ കയറി കിടക്കുന്ന ഒരു ഏരിയ. ചില സമയത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം ഒരു സൈഡിൽ വെയിലും ഒരു സൈഡിൽ മഴയൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. അതായത് ഈ മൗണ്ടന് അത്രയും പ്രാധാന്യമുണ്ട്. അതായത് ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു കെൽപ്പുള്ള അത്രയും ഹൈറ്റുള്ള ഒരു മലനിരകളാണ് ഈ ഇല്ലിക്കക്കല്ല് മൗണ്ടൻസ്. ഫൈനലി നമ്മൾ അന്വേഷിച്ച് വന്ന വ്യൂ ഇതാണ്ട് നമ്മുടെ കൺമുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഒരു ഏരിയൽ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇല്ലിക്കക്കല്ലിൻ്റെ വേറൊരു സൈഡിൽ, അതായത് ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയാം. ഇത് നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് കയറി വന്ന ആൾക്കാർ ജീപ്പ് റൈഡൊക്കെ എടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഏരിയയൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് അവിടെ ദൂരത്ത് നിൽക്കുന്നു, അവിടുന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ആൾക്കാരെ കൃത്യമായിട്ട് കാണാനൊന്നും നമുക്ക് പറ്റിയില്ല. അത്രയും ദൂരത്താണ് അവിടെ അടുത്ത സൈഡിൽ വന്ന് ആൾക്കാർ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വേറൊരു വ്യൂ ആണ്, ഇല്ലിക്കക്കല്ലിൻ്റെ വേറൊരു സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വ്യൂ ആസ്വദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തിച്ചേരാനായിട്ട് അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് തന്നെ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടം വരെ വന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് റൂട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. ആദ്യമൊക്കെ ചെറിയൊരു റൂട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള ട്രെക്കിംഗ് ഒന്നും നമുക്ക് ആദ്യം കിട്ടിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞോടുകൂടി നമ്മുടെ റൂട്ടിൻ്റെ ആ മുഖച്ഛായ തന്നെ മാറിപ്പോയിട്ടുണ്ട്. കാരണം നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ക്ലൈമ്പിങ്, അതും സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയ, 2 സൈഡിലും സ്റ്റീപ്പായിട്ടുള്ള ഏരിയയിൽ കൂടെ നമ്മൾ ട്രെക്ക് ചെയ്താണ് ഇവിടം വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് നരകപാലം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ നേരത്തെ പറഞ്ഞാലും നരകപാലം കടന്ന് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകാൻ നോക്കുന്നത്. പക്ഷേ എന്തായാലും നരകപാലം കടന്ന് പോകാനായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊന്നുമില്ല. മൺസൂൺ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് പുല്ലൊക്കെ വളർന്നു നിൽക്കുവാണ്. നമുക്ക് ആ റൂട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് നമ്മൾ പോകുന്നത് വൻ റിസ്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ഹാർഡ് കോർ ആയിട്ടുള്ള ട്രെക്കിംഗ് നടത്തി. പക്ഷേ ട്രെക്കിങ്ങിലൊന്നും നമുക്ക് ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ഈ ഏർലി മോർണിംഗ് വന്നതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല കാറ്റും നല്ലൊരു തണുപ്പും. ആ ഒരു സമയം നമുക്ക് ഒട്ടും തന്നെ ക്ഷീണം തോന്നിക്കാത്തൊരു സമയം, ട്രെക്കിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വരുവാണെങ്കിൽ ഏർലി മോർണിംഗ് വരാൻ ശ്രമിക്കുക. കാരണം ഒരു മഴക്കാല സമയമൊക്കെ ആണെങ്കിൽ പോലും ഈവനിങ് ഒരു സമയമായി കഴിഞ്ഞാൽ മഴയും ഇടിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ആൾക്കാർ താഴെ നിന്ന് തന്നെ കയറ്റി വിടാനായിട്ടുള്ള ചാൻസും കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം ഏർലി മോർണിംഗ് ആണെങ്കിൽ വേറെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല, താഴെ കടകൾ പോലും ഇല്ല, നമുക്ക് നേരെ കയറി പോരാം. ഈ റൂട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഈ കുരിശിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു അറ്റത്തൊരു പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മൾ റൂട്ട് തീരുവാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് വഴികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ മുമ്പോട്ട് കിടക്കുന്ന വഴികളിലൊക്കെ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ റൂട്ടിൽ പോകാൻ ശ്രമിച്ച് താഴേക്കൊക്കെ വീണ് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് അങ്ങനെ ഓപ്പണായിട്ട് ആൾക്കാർക്ക് വേണ്ടി ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം വേറെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരം ട്രെക്ക് ചെയ്ത് ഇവിടെ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇനി കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരാം, ഇവിടെ സെക്യൂരിറ്റിക്ക് ആൾക്കാരെയൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അന്നേരം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്ഥലം ഓപ്പണാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച ആസ്വദിക്കാനായിട്ട് കേവലം കോട്ടയം വരെ വരേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ലൊക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഒരു തവണയെങ്കിലും വന്ന് ചെയ്യേണ്ട ട്രക്കാണ് കേട്ടോ. അത്ര രസമാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്ക് എന്ന് തന്നെ പറയാം ഈ ഇല്ലിക്കക്കല്ലിലേക്കുള്ള യാത്ര. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ള ആൾക്കാർ, നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഈ ട്രെക്കിങ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വരിക, ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുക, ഒരു കമൻ്റൊക്കെ അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ബെല്ലൈക്കണും അമർത്തി വെച്ചേക്കുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.